നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. വേടൻ യുവാക്കളുടെ ഹരമാണെന്ന കാര്യമൊക്കെ ശരിയാണ്. എന്നാൽ വേടനെ NI വഴി പണിയത വരുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച് പാട്ടുപാടിയ സംഭവത്തിലാണ് വേടൻ പണി ഇരന്നു വാങ്ങിയിരിക്കുന്നത്. എന്തായാലും വേടനെ എപ്പോഴും പിന്തുണയ്ക്കുന്ന നിലപാടാണ് പിണറായി സർക്കാർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോദിയെ ഇകഴ്ത്തുന്നത് പിണറായിക്ക് ഒരു രസമായി മാത്രമേ കാണാൻ പറ്റൂ. കുറ്റം പറയാൻ പറ്റില്ലല്ലോ, അന്യന്റെ വിയർപ്പിന്റെ ക്രെഡിറ്റ് എടുക്കുന്നവരാണല്ലോ പിണറായി സർക്കാർ. അപ്പോൾ പിന്നെ വേടനെ പിന്താങ്ങുകയല്ലേ ഉള്ളൂ. എന്തായാലും നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച് പാട്ടുപാടിയ സംഭവത്തിൽ NIക്കെതിരെ പരാതിയുമായി BJP കൗൺസിലർ എത്തിയിരിക്കുകയാണ്. പാലക്കാട് നഗരസഭയിലെ BJP കൗൺസിലറായ മിനി വേടനെതിരെ NIക്ക് പരാതിയുമായി BJP കൗൺസിലർ എത്തിയിരിക്കുകയാണ്. പാലക്കാട് നഗരസഭയിലെ BJP കൗൺസിലറായ മിനി കൃഷ്ണകുമാറാണ് NIക്ക് പരാതി കൈമാറിയത്. പാട്ടിലെ വരികൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് വേടനെതിരെ പരാതി. പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പാട്ട് ഇപ്പോഴും യൂട്യൂബിൽ പ്രചരിക്കുന്നുണ്ടെന്നും പാട്ട് യൂട്യൂബിൽ നിന്നും നീക്കം ചെയ്യാനോ വേടനെതിരെ നടപടിയെടുക്കാനോ സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് പരാതിയുമായി BJP രംഗത്തെത്തിയത്. ഹൈന്ദവ സമൂഹത്തിനിടയിൽ വിവേചനം സൃഷ്ടിക്കുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. 4 വർഷം മുമ്പ് കൊച്ചിയിൽ നടന്ന പരിപാടിക്കിടെയാണ് പ്രധാനമന്ത്രിയെ അവഹേളിച്ചുകൊണ്ട് വേടൻ പാടിയത്. കഴിഞ്ഞ ദിവസം സംഭവത്തിൽ റാപ്പർ വേടനെതിരെ രൂക്ഷ വിമർശനവുമായി ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരിയെ KP ശശികല ടീച്ചറും രംഗത്തെത്തിയിരുന്നു. വേടന്റെ തുണിയില്ലാത്ത ചാട്ടങ്ങൾക്ക് മുമ്പിൽ സമാജം അപമാനിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ ശശികല ടീച്ചർ പട്ടികജാതി പട്ടികവർഗക്കാരന്റെ തനതായ കലാരൂപം റാപ്പ് ഗാനമാണോ എന്നും ചോദിച്ചിരുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി എത്ര രൂപ ചെലവഴിക്കുന്നു എന്ന കാര്യം സർക്കാർ വ്യക്തമാകണം. ഓടിക്കളിക്കട കുഞ്ഞിരാമ, ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞ ആ കുഞ്ഞിരാമന്മാരുടെ ചോര ചീന്തിക്കുകയും ചെയ്യുന്നു. ഇത്തരം സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായെന്ന് ഭരണകൂടത്തിന് മുന്നിൽ ആജ്ഞാപിക്കാനാണ് ഹിന്ദു ഐക്യവേദി എത്തിയതെന്നും ശശികല ടീച്ചർ ആരോപിച്ചിരുന്നു. എന്നാൽ ശശികല ടീച്ചറുടെ വിമർശനം തീരെ അങ്ങോട്ട് പിടിക്കാതിരിക്കുകയാണ് സന്ദീപ് വാര്യർക്ക്. വിമർശനവുമായി എത്തിയ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ മൈക്കായ സന്ദീപ് വന്ന വഴിയൊക്കെ മറന്നുപോയി. എന്തായാലും എവിടെ പോയാലും സന്ദീപിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരില്ല. അവിടെ ആയാലും ഇവിടെ ആയാലും മൈക്കിന്റെ ഫലം മാത്രമേ ഉള്ളൂ. വേടൻ എന്ന കേരളത്തിലെ യുവാക്കൾ ഇഷ്ടപ്പെടുന്ന കലാകാരനെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുകയെന്നാണ് സന്ദീപിന്റെ പ്രതികരണം. പട്ടികജാതിക്കാർ റാപ്പ് പാടിയാൽ എന്താണ് ടീച്ചറെ എന്നും പട്ടികജാതിക്കാർക്ക് അവർക്ക് ഇഷ്ടമുള്ളത് പാടട്ടെ. റാപ്പ് എന്ന സംഗീത രൂപം എല്ലായിടത്തും, അതായത് ലോകത്തെല്ലായിടത്തും വർണ്ണവംശ വെറിക്കെതിരായ പ്രതിഷേധമായ രൂപമായാണ് കൊണ്ടിട്ടുള്ളത്. എന്തായാലും സന്ദീപ് ഇങ്ങനെയൊക്കെ പാടിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിലും കോൺഗ്രസ് ഒരു സ്ഥാനം കൊടുക്കട്ടെ. ആനന്ദ് മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.